2004 അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കി നല്ലൊരു ശക്തമായ ഒരു ഇക്കോണമീന് ഉണ്ടാക്കി. ജനങ്ങൾ തീരുമാനിച്ചു, എല്ലാ കോൺഗ്രസ് തരുന്ന വാഗ്ദാനം നല്ല വാഗ്ദാനമാണ്, കോൺഗ്രസിനൊരു അവസരം കൊടുക്കണം. 10 കൊല്ലം ഭരിച്ചു കോൺഗ്രസ്, 2004 മുതൽ 2014. അതിൻ്റെ 5 കൊല്ലം, ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസിന് പിന്തുണ ആരുടെ പിന്തുണ ഉണ്ടായത്? ലെഫ്റ്റിൻ്റെ. അപ്പോൾ 2004 മുതൽ 2009 വരെ കോൺഗ്രസും ലെഫ്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൽ. 2009 മുതൽ 2014 വരെ അപ്പോൾ ഒരു ഫുൾ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ആ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്തത്? 5 ലോകത്തിൻ്റെ 5 ദുർബലമായ ഇക്കോണമീനെ 1-ാം നമ്പറാക്കി നമ്മുടെ ഇക്കോണമിനെ വിട്ടു 10 കൊല്ലത്തിൽ. ഏറ്റവും വിലക്കയറ്റം, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഏറ്റവും വിലക്കയറ്റമുള്ള ഒരു സമയമായിരുന്നു ആ 10 കൊല്ലം. തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും റെക്കോർഡ് 10 കൊല്ലത്തിൽ. അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതിന് ഗോൾഡ് റെക്കോർഡല്ല, ഗോൾഡിനെക്കാട്ടും മുന്ന് 2G സ്കാം, കോൾഗേറ്റ് സ്കാം, സബ്മറീൻ സ്കാം, ഹെലികോപ്റ്റർ സ്കാം. അപ്പോൾ ആ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുത്തപ്പോൾ ഇതാണ് കോൺഗ്രസ് ചെയ്തത്. അത് മനസ്സിലാക്കണം, ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. 14 ജനങ്ങൾ, ഇന്ത്യ മൊത്തം എല്ലാവരും പറഞ്ഞു മതി, മടുത്തു, ഇനി വേണ്ട, ഈ വിലക്കയറ്റം വേണ്ട, തൊഴിലില്ലായ്മ വേണ്ട, ഞങ്ങൾക്ക് ഈ ദുർബലമായ ഇക്കോണമി വേണ്ട, ഞങ്ങൾക്കൊരു അവസരവും മാറ്റവും വേണമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തത്? കഴിഞ്ഞ 10 കൊല്ലം, കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. ആ ദുർബലമായ ഇക്കോണമി ഇന്ന് ലോകത്തിൻ്റെ 4-ാം നമ്പറിൻ്റെ ഇക്കോണമിയാണ്. ആ ഒരു ദുർബലമായ മിലിറ്ററി 26/11 ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഇന്ത്യയാണ് ഇന്ന് സർജിക്കൽ സ്ട്രൈക്കും ചെയ്യുന്ന ഇന്ത്യ. ലോകത്തിൻ്റെ എല്ലാ വലിയ കമ്പനീൻ്റെ ഫാക്ടറി ഇന്ന് ഇന്ത്യയിൽ വന്നു. ഫാക്ടറി അല്ലെങ്കിൽ അവരുടെ R&D സെൻറ്റർ. 1000 കോടിക്കണക്കിൽ നിക്ഷേപം, 1000 ലക്ഷം കോടി കണക്കിൽ തൊഴിൽ. ഇതെല്ലാം നടന്നത് ഇതേ ഇന്ത്യ, അതേ ജനങ്ങൾ. പക്ഷെ എന്താ മാറിയത്? ലീഡർ നരേന്ദ്രമോദിജി, പാർട്ടി BJP NDA, അവർക്ക് വാക്ക് ദാനമല്ല, വാക്ക് പാലിക്കണം എന്നൊരു പ്രവർത്തിക്കുന്നൊരു പാർട്ടി. ഇതാണ് കോൺഗ്രസും BJPൻ്റെ ഒരു വ്യത്യാസം. അതേസമയത്ത് ഇവിടെ 9 കൊല്ലമായില്ലേ, 10 കൊല്ലം ആവാൻ പോകുന്നില്ലേ. 2016 ജനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ പാർട്ടിക്ക് അവരെ വിശ്വസിച്ചൊരു അവസരം കൊടുത്തു. എന്നിട്ട് എന്താ പടം നടന്നു? എന്താ നടക്കുന്നത്? കടമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ, ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാനൊരു സ്ഥിതി നമ്മുടെ സംസ്ഥാന സർക്കാർ. ആശാ വർക്കേഴ്സ് 100 രൂപ, ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഹെൽത്ത് നോക്കുന്ന ഫ്രണ്ട് ലൈൻ ജീവനക്കാരാണ്. അവർക്ക് 100 രൂപ ശമ്പളം കൂടുതൽ കൊടുക്കാൻ ഇവിടെ കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. CPO എക്സാം എഴുതി പാസ്സായ യുവാക്കൾക്ക് പോലീസിൽ ജോലി കൊടുക്കാൻ കാശില്ല. ഗവൺമെൻറ് പെൻഷൻ 6 മാസം ഡിലേ ആയിട്ട് വരുന്നു. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഇവിടെ ഈ 9 കൊല്ലത്തിൽ ഉണ്ടാക്കിയില്ല. അത് ഞാൻ മാത്രമല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു. അത് പറഞ്ഞത് മരുമകനോടാണ്. ആകെ ഇവിടെ ഉണ്ടാക്കിയത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജി, നരേന്ദ്രമോദിജി.